അപ്പോൾ ഒരു ജാതിക്ക നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് മുഖത്തെ കരിമംഗല്യം പൂർണ്ണമായിട്ടും മാറ്റാം. ഇതൊരു വല്യമ്മ എന്നോട് പറഞ്ഞു തന്ന ഒരു ഹോം റെമഡിയാണ്. എന്തായാലും ഇത് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണണം. നല്ല എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. എത്ര പഴകിയ കരിമംഗല്യം ഉണ്ടെങ്കിലും, അതായത് പിഗ്മെൻറ്റേഷൻ കൂടി ഭയങ്കരമായിട്ട് കറുപ്പ് പിടിച്ചിരിക്കുന്ന ആണെങ്കിലും പോകുമെന്നാണ് പറയുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് കരിമംഗല്യം ഇല്ല കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാനത് നേരത്തെ മുതൽ തേച്ചിട്ട് കാണിച്ചേനെ. എന്തായാലും ഇത് ഒരു വല്യമ്മ പറഞ്ഞു തന്നല്ലേ, എന്തായാലും റിസൾട്ട് ഇല്ലാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല. പഴയ കാലത്തെ അമ്മമാരുടെ കയ്യിലൊക്കെ ഒരുപാട് പൊടിക്കൈകളൊക്കെ കാണുമല്ലേ. അപ്പോൾ എല്ലാവരും എന്താണ് ഇത് മുഴുവനായിട്ട് കാണണം, എന്നിട്ട് ഇതുപോലെ ചെയ്തു നോക്കണം. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്നത്തെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ മിക്കവർക്കും ഇപ്പോൾ ഉള്ള കൂടുതൽ ഏജ് ആയ ലേഡീസിന് കുറേ കൂടുതലായിട്ട് കാണുന്നൊരു പ്രശ്നമാണ് കരിമംഗല്യം, അതായത് പിഗ്മെൻറ്റേഷൻ, മെലാസ്മ എന്നൊക്കെ പറയും. ഇതെല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷെ പല രീതിയിലുള്ള മാറ്റങ്ങൾ, ചെറുതാവാം, ചെറുതായിട്ട് വരുന്നതാവാം, ഭയങ്കരമായിട്ട് കൂടിയതാവാം, അങ്ങനെ പല രീതിയിൽ ഇത് വരും. പല ടൈപ്പിലും വരും. നെറ്റിയിൽ വരും, മൂക്കിൽ വരും, താടിയിൽ വരും, കഴുത്തിൽ വരും, കയ്യിൽ വരും, ഇങ്ങനെ പല സ്ഥലങ്ങളിലും വരും. ഒന്നാമത്തെ ഇതിൻ്റെ ഒരു പ്രശ്നം ചിലപ്പം ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ട് വരും, അങ്ങനെ ഉണ്ടാകും. ചിലവർക്ക് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നത് മൂലവും ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വെയിൽ കൊള്ളുന്നവരിൽ, ഡയറക്റ്റ് നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പം, വെയിൽ കൊള്ളുമ്പോഴും ഈ ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പം നമ്മൾ ഇത് ഒരു ഏജ് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് പൊതുവായിട്ട് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം. ആദ്യം ചെറുതായിട്ടൊരു കറുപ്പ് പോലെ കാണത്തുള്ളൂ, ഒരു മങ്ങൽ പോലെ കാണത്തുള്ളൂ. പിന്നെ അത് കൂടിക്കൂടി വരുന്ന ഒരവസ്ഥയാണ്. കൂടി വരുമ്പോഴത്തേനും നമുക്ക് അത് വന്ന് കറുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് മാറ്റിയെടുക്കാനായിട്ട്. അപ്പം നമ്മളിത് വരാതിരിക്കാനായിട്ട് നേരത്തെ തന്നെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള മുഖത്തിടാനുള്ള പായ്ക്കുകളും മസാജുകളും, അതുപോലെ തന്നെ എന്താ പറയുക, മസാജിങ് ക്രീമുകളും, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് വരത്തില്ല. നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണം. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീമും മസ്റ്റായിട്ട് നിങ്ങൾ ഒരു ഏജ് കഴിഞ്ഞവർ തൊട്ട് യൂസ് ചെയ്യണം. ചെറുപ്പക്കാർ യൂസ് ചെയ്യുന്നല്ല, അവരും യൂസ് ചെയ്യണം. എന്നാലും ഒരു ഏജ് കഴിയുന്ന കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. അപ്പോൾ ഒരു 30-35 വയസ്സ് മുതലേ ഇതൊന്നും നമ്മൾ ആ ഒരു സൺസ്ക്രീമും അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെ മോയ്സ്ചറൈസറും മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നിങ്ങൾക്കൊരു നല്ലൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീമും വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പം നല്ലൊരു സൺസ്ക്രീം മോയ്സ്ചറൈസറുമാണ് ഞാനിത് കുറേ പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളതുമാണ്. വേണ്ടവരുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഈ ഒരു പിഗ്മെൻറ്റേഷൻ, അതായത് ഈ ഒരു കരിമംഗല്യം എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് അല്ലേ. അപ്പം ഞാൻ നേരത്തെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി. അതുപോലെ തന്നെ പൊട്ടറ്റോ അരച്ചിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെയുള്ള കുറേ സാധനങ്ങൾ മിക്സ് ചെയ്ത്, ഇരട്ടി മധുരം മിക്സ് ചെയ്ത്, ഇങ്ങനെ കുറേ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പറഞ്ഞു തന്നിട്ട് ചെയ്തു നോക്കിയവർക്ക് കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയവരുമുണ്ട്, എന്നാൽ കിട്ടാത്തവരുമുണ്ട്. ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഈ ഒരു കരിമംഗല്യം വരുന്നത്. അത് ചിലപ്പം പുറമേ ഉള്ള മരുന്ന് കൊണ്ട് മാറത്തില്ല. ചിലപ്പം ഡോക്ടറെ കണ്ടതൊന്നും മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ഉള്ളിലൊക്കെ മരുന്ന് കഴിച്ചാൽ ചിലവർക്ക് അത് മാറത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ മരുന്ന് കഴിച്ച് കഴിഞ്ഞാലും ചിലവർക്ക് ഈ ഓയിൽമെൻ്റൊക്കെ തേച്ച് കഴിഞ്ഞാലും പിന്നെ കുറച്ച് കഴിയുമ്പം പിന്നെ അത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ പിന്നെ ഈ ഒരു ഓയിൽമെൻറ്റിനെക്കാട്ടും കൂടുതൽ നമുക്ക് വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഓയിൽമെൻറ്റ് തേച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ തേക്കുമ്പോൾ അത് മങ്ങി വരും. പിന്നെ എന്താണ് അത് വീണ്ടും നമുക്ക് വരുന്നതായിട്ട് കാണാൻ, വീണ്ടും അത് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ നമുക്ക് ആ ഒരു സമയത്ത് മാത്രമേ കൊള്ളത്തുള്ളൂ, ഓയിൽമെൻറ്റൊക്കെ. അതിനെക്കാട്ടി ഏറ്റവും നല്ലത് നാച്ചുറലാണ്. നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനത്തെ ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്, അതായത് കരിമംഗലത്തിനുള്ള ഒരു ഹോം റെമഡി. അപ്പോൾ എല്ലാവരും എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു എന്താ പറയുക കരിമംഗല്യം മാറ്റിയെടുക്കുന്നത്, അതിനായിട്ടുള്ള എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കിയാലോ. എന്നാൽ എൻ്റെ മുത്തുമണികളെല്ലാം ഓടി വന്നേ. അപ്പോൾ എത്ര കൂടിയ കരിമംഗല്യവും മാറാനായിട്ടുള്ള ഒരു സാധനമാണിത് കേട്ടോ. ഒരുപാട് പേർക്ക് ഞാൻ എന്താ പറയുക പിഗ്മെൻറ്റേഷനുള്ള ഹോം റെമഡീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറേ പേർക്ക് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട്. ഇനിയും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ജാതിക്കയാണ് കേട്ടോ. അപ്പോൾ ജാതിക്ക നമ്മൾ ജാതിക്കയുടെ തൊണ്ടല്ല എടുക്കുന്നത്, കുരുവാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു തൊണ്ട് മാറ്റിയിട്ട് ഇത് കുരു എടുക്കാവേ. ഇപ്പം ജാതിക്കയുടെ കുരു എടുത്തിട്ടുണ്ട്. ഫ്രഷ് ജാതിക്ക തന്നെ, ഉണക്കയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ റിസൾട്ട് നല്ല കിട്ടുന്നത് ഫ്രഷ് ആയിട്ട് എടുക്കുമ്പോൾ ജാതിക്കയുടെ ഫ്രഷ് കുരുവിനാണ് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലൊരു കല്ലെടുക്കാം. ഇപ്പോൾ വീട്ടിൽ അരകല്ലുണ്ടെങ്കിൽ ആ കല്ലെടുത്താലും മതി. ഇല്ലെങ്കിൽ ഇതുപോലൊരു കല്ലെടുത്തിട്ട് ഇത് ഞാൻ നമ്മുടെ ഇടികല്ലില്ലേ ചതച്ചൊക്കെ എടുക്കുന്നത്, അതിൻ്റെ ബാക്ക് വശം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പാല് വേണം. അപ്പം ഈ പാലിൽ മുക്കിയിട്ട് വേണം നമുക്ക് ഇതൊന്ന് ഉരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ല അരവുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഉരച്ചെടുക്കാം. ഇത് ഉണങ്ങിയതല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഉരച്ചെടുക്കാൻ പറ്റും. കുറച്ച് ഉരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഉണങ്ങിയ ജാതിക്കയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജാതിക്കക്കുരു ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ആവശ്യത്തിനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ട സാധനങ്ങൾ, കുറച്ച് സാധനങ്ങളുടെ ചേർക്കണം. അപ്പം നമുക്ക് അരച്ചെടുത്ത സാധനം നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം തന്നെ ഞാൻ ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. ജാതിക്കയുടെ ഒരു കുരുവിൻ്റെ പകുതി ഉരച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു പകുതി ഭാഗം ഉരച്ചെടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് കുറച്ച് ദിവസം തേക്കാനുള്ളതുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൗഡറാണ്. ഇരട്ടി മധുര പൗഡറൊക്കെ നമുക്ക് അങ്ങാടിക്കടയിൽ പച്ചമരുന്ന് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇരട്ടി മധുരത്തിൻ്റെ പൗഡറ്, 1/2 ടീസ്പൂൺ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നല്ല നാടൻ മഞ്ഞൾപ്പൊടി വേണം എടുക്കാൻ. നല്ല നാടൻ മഞ്ഞൾപ്പൊടി തന്നെ എടുക്കണേ, അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞൾപ്പൊടി എടുക്കുകയോ ചെയ്യരുത്. നമ്മുടെ ചന്ദനപ്പൊടി, അതായത് നമ്മുടെ നെറ്റിയിലിടുന്ന ചന്ദനപ്പൊടി, ഹിന്ദുക്കളൊക്കെ നെറ്റിയിലിടുന്ന ചന്ദനപ്പൊടിയാണ്. അത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതൊരു ആയുർവേദ കൂട്ടാണ് കേട്ടോ. ഒരു വല്യമ്മ പറഞ്ഞു തന്നതാണ്. നല്ല റിസൾട്ടാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. എന്തായാലും എല്ലാവരും ഉപയോഗിച്ച് നോക്കണം ഇതെങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാലിനകത്ത് നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു പേസ്റ്റ് രൂപേണയാണ് മിക്സ് ചെയ്യേണ്ടത്, അല്ലാതെ ഒരുപാട് വെള്ളമായി പോകരുത്. ആ രീതിയിൽ നമുക്ക് പാൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു സ്ഥലത്ത്, അതായത് പിഗ്മെൻറ്റഡ് ഉള്ള ഏരിയ, അതായത് കരിമങ്ങൾ ഉള്ള ഏരിയയിൽ വെച്ച് കൊടുക്കുമ്പോൾ പിടിക്കത്തില്ല, പെട്ടെന്ന് ഒലിച്ചിറങ്ങിപ്പോവും. നന്നായി ചക്കലം കൂടെ പാലൊഴിച്ച് കൊടുക്കാം. 2-3 തുള്ളി. തരാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഉണങ്ങിയ ജാതിക്കയുടെ കുരുവാണെങ്കിലും കുഴപ്പമില്ല, പച്ച ജാതിക്കയുടെ കുരുവാണെങ്കിലും കുഴപ്പമില്ല. കുറച്ചുകൂടി എഫക്റ്റ് കിട്ടുന്നത് എന്നാ വല്യമ്മ എന്നോട് പറഞ്ഞത്, കുറച്ചുകൂടി എഫക്റ്റ് കിട്ടുന്നത് പച്ച ജാതിക്ക കുരുവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പറിച്ച ഉടനെ കിട്ടുന്നതിന് കുറച്ചുകൂടെ ഗുണം കൂടുതൽ ഉണങ്ങുന്നതിനെക്കാട്ടി. ഉണങ്ങിയത് ഇപ്പം പച്ച കിട്ടാത്തവരുണ്ട്. ഇപ്പോൾ ജാതിക്കയൊക്കെ ചിലരുടെ വീടി കാണത്തില്ല. അപ്പോൾ അത് നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് ഉണക്ക ജാതിക്കക്കുരു വാങ്ങിക്കാൻ കിട്ടും. അതാണെങ്കിലും വാങ്ങിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ ചിലവർക്ക് ജാതിക്കയ്ക്ക് കുറച്ച് ഒരു ഗ്യാസ് പോലൊക്കെ ഉണ്ടല്ലോ. അപ്പം ചിലവർക്ക് അത് അലർജി ചിലവർക്കത് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഭാഗമില്ല, ഈ ഒരു ചെവിയുടെ തൊട്ട് താഴെയായിട്ട് നിങ്ങളൊന്ന് പാറ്റ് ടെസ്റ്റ് നടത്തുക. അപ്പം ഞാൻ ഇപ്പം നിങ്ങളെ ഇട്ട് കാണിക്കുന്നത് എങ്ങനെ ഇടുന്നത് നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ എനിക്കിപ്പം ഫേസിൽ പിഗ്മെൻറ്റേഷനോ യാതൊരു കാര്യങ്ങളോ ഒന്നുമില്ല.
പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് ഇട്ട് കാണിക്കും. അപ്പം ഞാൻ നേരത്തെ എന്താണ്, എനിക്ക് വേറെ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, ഇരട്ടി മധുരം, അതുപോലെ തന്നെ എന്താ പറയുക പാൽ, ഇതിനൊന്നും എനിക്ക് അലർജിയും കാര്യങ്ങളൊന്നുമില്ല. ആ കൂടെ ഞാൻ ചെയ്ത് നോക്കിയത്, അതായത് ജാതിക്കയുടെ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പം ജാതിക്കയുടെ ഒരു പേസ്റ്റ് അടിച്ചിട്ട് ഞാൻ ഈ ഒരു സൈഡിൽ കുറേ നേരമായിട്ട് തൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10-15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവും അവിടെ ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് നേരം ഒരു 20 മിനിറ്റോളം നമ്മുടെ ചെവിയുടെ പുറകിലോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തോ എവിടെയെങ്കിലും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചൊറിച്ചിലോ ചുമല നിറവോ റാഷസ് പോലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് പിടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഞാനെനിക്ക് ചെയ്യാം എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് ശേഷം മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ. കാരണം ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പം എൻ്റെ സ്കിന്നിന് അനുസരിച്ചാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ സ്കിന്നിൽ ഇത് പിടിച്ചില്ലെങ്കിലോ, അപ്പം നിങ്ങൾ വിചാരിക്കത്തില്ലേ അയ്യോ നിങ്ങൾ പറഞ്ഞു തന്നു അത് പിടിച്ചില്ല, അതിന് ചൊറിച്ചിലുണ്ടായി, അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. പാച്ച് ടെസ്റ്റ് എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ നേരത്തെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് എവിടെയാണ്, ചിലപ്പോൾ ഇവിടെ മൂക്കിൻ്റെ ഇവിടെ ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ കവിളിൽ 2 വശത്തായിരിക്കും വരുന്നത്. കവിളിൽ 2 വശം ഇങ്ങനെ വട്ടത്തിലൊക്കെ വരുന്നവരുണ്ട്, നെറ്റിയിലായിരിക്കും വരുന്നത്, ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്തുനിന്ന് എടുത്ത് ഇപ്പോൾ കവിളിന് 2 വശത്തുമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ നല്ല മണം ജാതിക്ക ചേർത്തുകൊണ്ട്, ജാതിക്കയുടെ കുരു ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ ഇങ്ങനെ ആ ഭാഗത്ത് മാത്രം. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് നമ്മുടെ പിമ്പിൾസ് വന്ന പാടുകളും കറുത്ത പാടുകളും കലകളും ഒക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് ഈ ജാതിക്ക കുരുവിൻ്റെ പേസ്റ്റ് കേട്ടോ. ഈ ഒരു പേസ്റ്റ് നല്ലതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ കുറച്ച് പാടൊക്കെ ഉണ്ട്, ആ പാട് ഉള്ള ഭാഗത്തോട് തേച്ച് വെക്കുവാണ്, എനിക്ക് കരിമങ്കലും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കവിളിൻ്റെ ഭാഗത്താണ് മിക്കവാറും പേർക്ക് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ എല്ലാവരും എന്താണ്, അങ്ങനെയുള്ളവർ നിങ്ങൾ ഇതുപോലെ കവിളിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നല്ലപോലെ തിക്കായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ വട്ടത്തിലാണെങ്കിൽ വട്ടത്തിൽ, നെറ്റിയിലാണെങ്കിൽ നെറ്റിയിൽ, മുഖത്ത് മൊത്തം തേക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമുക്ക് എവിടെയാണോ ഈ ഒരു സാധനം ഉള്ളത്, ഇപ്പം ഇവിടെ ആയിരിക്കും, ചിലർക്ക് ഇവിടെയൊക്കെ വരും, ഇങ്ങനെ വരും, അപ്പോൾ ഇവിടെ തേക്കുക. നെറ്റിയിൽ വരും, അപ്പം നെറ്റിയിലുള്ള ഭാഗത്ത് തേക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നുള്ളതേ ഉള്ളൂ. ഒക്കെയാണ് നമുക്ക് കരിമങ്കല്യം കൂടുതലായിട്ട് കാണുന്നത്, ആ ഭാഗത്ത് മാത്രം നമ്മൾ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. അപ്പം ഞാനിത് ലൈറ്റായിട്ടാണ് തേച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തേക്കുമ്പോൾ ഒരു ഗ്യാസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, മുഖത്തൊരു ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയൊരു പിന്നെ നമുക്കൊരു പുകച്ചിലെന്ന് പറഞ്ഞാൽ വളരെ നേരിയ തോതിലൊരു ഫീലിങ്ങേ ഉള്ളൂ, അല്ലാതെ വലിയ ഫീലിംഗ് ഒന്നും ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാനിത് മുഖത്തിട്ടിട്ട് ഒരു 20 മിനിറ്റ് നേരം നമുക്കിത് ഇടണം. ഏതൊരു പായ്ക്ക് വിടുമ്പോൾ നമ്മൾ 20 മിനിറ്റ് നേരം മസ്റ്റായിട്ട് നമ്മൾ ഇടണം. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഒരു എന്താ പറയുക, ചിങ്ങോ ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയൊരു ലൈറ്റായിട്ട് നമ്മൾ മഞ്ഞളൊക്കെ പച്ചമഞ്ഞളൊക്കെ അരച്ചിടുമ്പോൾ നമുക്കൊരു ഇതുണ്ടാകത്തില്ല മുഖത്ത്, അത്രയും പോലും ഇല്ല, അതിൻ്റെ വളരെ കുറച്ചേ ഉള്ളൂ. അത് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുവാണ്. നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ ശരിക്കും ഇവിടെ ഒരു തേച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ തേച്ചാൽ മതി, പിടിക്കൂലെന്ന് അറിഞ്ഞിട്ട്. അപ്പം ഞാനത് ചെയ്തിട്ടാണ് തേക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് പ്രശ്നമുണ്ടായിരുന്നോ എന്നൊക്കെ ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് പറയാം. അപ്പം ഞാൻ തേച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വലിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചെറിയ ഓയിലി സ്കിൻ ആയതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും ഒന്ന് വലിഞ്ഞ് വരാനായിട്ട്. ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ പെട്ടെന്ന് പിടിക്കും കേട്ടോ. അപ്പം ഒന്ന് വലിച്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ യാതൊരു പ്രശ്നവും എനിക്ക് തോന്നിച്ചിട്ടില്ല. ഒരു ചൊറിച്ചിലോ ഒരു പുകച്ചിലോ ആദ്യം തേച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ബേണിങ് മാത്രമേ ഉള്ളായിരുന്നു. അത് ജാതിക്ക ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട്, ചിലർക്ക് മഞ്ഞൾപ്പൊടി അലർജി ഉള്ളവരുണ്ടായിരിക്കുമല്ലോ, അങ്ങനത്തെ മഞ്ഞൾപ്പൊടി ഒഴിവാക്കുക കേട്ടോ, അല്ലാതെ തേച്ച് നോക്കുക. അപ്പം ഇങ്ങനത്തെ ഒരു കൂട്ടാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് നമുക്ക് തരുന്നത്. ഇതിൽ നിന്നൊന്നും ഒന്നും ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെയുള്ളൊരു മാത്രം, ഇത് അലർജി ഒന്നും ഇല്ലാത്തവർ മാത്രം ചെയ്ത് നോക്കിയാൽ മതി. അപ്പം എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല, ചൊറിച്ചിലില്ല, പുകച്ചിലില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരു സ്കിന്നിന് യാതൊരു പ്രശ്നമില്ലാത്തവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് പോകാം. നല്ല എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും നിങ്ങളിത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. ഞാൻ ഒരു റെമഡി പറഞ്ഞു തരുന്നു, നിങ്ങളിത് ചെയ്ത് നോക്കുക. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്നതാണ് ചെയ്യേണ്ടത്? 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ, അതായത് മുഖത്താൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. കഴുകിക്കളഞ്ഞിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങാവുള്ളൂ. പകലാണെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, വൈകുന്നേരമാണ് ഇടുന്നെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇങ്ങനെ നിങ്ങൾ റൊട്ടീനായിട്ട് ചെയ്തു പോകാൻ മറക്കല്ലേ. പിന്നെ ഒരു തവണ തേച്ചു 2 തവണ തേച്ചു ഒന്നും റിസൾട്ട് കിട്ടത്തില്ല, അതാരും വിചാരിക്കേണ്ട. കാരണം ഈ ഒരു പാട് മാറി വരണമല്ലോ. നമുക്ക് ഒരു കറുപ്പ് മാറി കുറച്ച് മങ്ങി വന്നാലല്ലേ ഉള്ളൂ നമുക്കതിന് റിസൾട്ട് ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുക.
ഒരു മാസം നിങ്ങൾ എന്തായാലും അടുപ്പിച്ച് യൂസ് ചെയ്ത് നോക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് എന്തെങ്കിലും മാറ്റം കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഒരു മാസം അടുപ്പിച്ച് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പിൽ വന്ന് അറിയിക്കണം, മറക്കല്ലേ. റിസൾട്ട് കിട്ടുവാണെങ്കിൽ മറ്റുള്ളവർ ഇത് ഒരുപാട് ഇങ്ങനെ ഈ കറുപ്പ് കൂടി അനുഭവിക്കും, പിഗ്മെൻറ്റേഷൻ ഒരുപാടായിട്ട് പ്രശ്നം സങ്കടമായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.